ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ ബോർഡർ വരുന്ന ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. കുത്തി ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബോർഡർ ഞാൻ ഇതുപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ബോർഡർ 16 ഇഞ്ച് ലെങ്ത്തിൽ 2 പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നല്ല വശം ചേർത്ത് വെച്ചിട്ട് സെന്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെന്ററിലൂടെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇതൊന്ന് അയൺ ചെയ്തെടുത്തു. എന്നിട്ട് ഇത് നേരെ പകുതിയാക്കിയതിനു ശേഷം ഇവിടെ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഇങ്ങനെ ചെരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിന്റെ അറ്റം ഇതുപോലെ 1/4 ഇഞ്ച് വിട്ടില് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്നിക്കിൽ അയൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഡിസൈൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ സ്റ്റിച്ച് വേണേൽ അഴിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുട്ടിയുടെ സെന്റർ മാർക്ക് ചെയ്യാം. കുട്ടിയുടെ നല്ല വശത്ത് ഇതുപോലെ സെന്ററിൽ ഈ ഒരു പീസ് ചേർത്ത് വെക്കാം. ഇപ്പോൾ 16 ഇഞ്ചസ് ആണ് ഈ പടിയുടെ ലെങ്ത് ഉള്ളത്. അത് നിങ്ങൾക്ക് വേണേൽ കുറച്ച് താഴ്ത്തി വെച്ചിട്ട് ലെങ്ത് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങിപ്പോകാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പടിയുടെ സെന്ററിലൂടെ ഇങ്ങനെ പിന്നോക്കിയിട്ട് സെക്യൂർ ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ക്രോഷ്യ ലേസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ സമോസ ലേസ് എടുക്കാം. ലേസ് എടുക്കുമ്പോൾ ഇതുപോലെ ഒരു സൈഡ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മോഡൽ ലേസ് ആണ് എടുക്കേണ്ടത്. ഇനി പടിയുടെ ഉള്ളില് ലേസ് ഇതുപോലെ വെച്ചിട്ട് ഈ പടി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ കോൺ വരുന്ന ഭാഗത്ത് എത്തുമ്പോൾ ലേസ് ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതിന്റെ സെന്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ഫാബ്രിക് ബട്ടൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാബ്രിക് ബട്ടൺസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കണേ. ഈ ഫാബ്രിക് ബട്ടൺസ് സെന്ററിൽ വെച്ചിട്ട് തുന്നി കൊടുക്കാം. നിങ്ങളുടെ നെക്ക് ലെങ്ത് എത്രയാണോ അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റത്തെ ബട്ടൺ വെക്കേണ്ടത്. ടോട്ടൽ 3 ബട്ടൺസ് ആണ് ഞാൻ തുന്നി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സാധാരണ പോലെ ഞാൻ നെക്ക് ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.